വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു ബിരിയാണി മസാലയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിന് നല്ലൊരു പ്രത്യേകം മണവും ടേസ്റ്റും ഉള്ളൊരു ബിരിയാണി മസാലയാണ്. നമുക്ക് വീട്ടിൽ ഈ ഒരു മസാല ഉണ്ടാക്കിയാൽ പുറത്തുനിന്ന് ബിരിയാണി മസാല വാങ്ങിക്കേണ്ട യാതൊരു ആവശ്യവും ഉണ്ടാവില്ല. നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു പൊടി മാത്രം ചേർത്താൽ മതി. ഈ ഒരു പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്താൽ മതി. ബാക്കി എല്ലാ ചേരുവകളും നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ബിരിയാണി മസാല ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല, ഓൺ ചെയ്യണതിന് മുന്നെയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ഗോൾഡൻ കളറാണ് ടീസ്പൂൺ, മറ്റേത് ടേബിൾ സ്പൂൺ. ഈ ഒരു അളവിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇനി ആദ്യം തന്നെ നമുക്ക് വലിയ ജീരകം ഒരു 4-5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 തൊട്ട് 5 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 5 ടേബിൾ സ്പൂണോളം ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഷാജീരകമാണ്. ഷാജീരകം ഒരു 1.5 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സ്പൂൺ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. അപ്പോൾ 1.5 ടീസ്പൂൺ ഇതുപോലത്തെയാണ് കേട്ടോ ഷാജീരകം. ഷാജീരകം കിട്ടുമെങ്കിൽ അത് ഇടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ സാധാരണ ജീരകം മതി. ഇനി ഇത് സാധാ ജീരകമാണ്, ചെറിയ ജീരകം. അത് ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഷാജീരകം ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് കുരുമുളകാണ്, അതൊരു 1.5 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂണാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മുളകാണ്, ഉണക്കമുളക്. ഒരു 4 എണ്ണം ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇത് എരിവെള്ള ഉണക്കമുളകാണ് കേട്ടോ. ഇനി അഥവാ കാശ്മീരി വേണമെങ്കിൽ ഒരു 4-5 ചേർക്കാം. ഇനി ഇതിലേക്ക് ബേ ലീഫാണ്, ഒരു 3 ചെറിയ ബേ ലീഫ്. വലുതാണെങ്കിൽ 2 എണ്ണം അല്ലെങ്കിൽ 1 എണ്ണം മതിയാവും കേട്ടോ. ഇനി പട്ട ഒരു മീഡിയം സൈസ് വലിപ്പത്തിൽ 3 എണ്ണം, എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. വലുതാണെങ്കിൽ 2 എണ്ണം മതിയാവും. ഇനി വേണ്ടത് ഏലക്ക, ഒരു എന്താ പറയുക, ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വലിയ ഏലക്കയാണ്, ബിരിയാണിക്കൊക്കെ ഇടുന്ന ഏലക്കയാണ്. അതൊരു 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് മല്ലി ഒരു ടീസ്പൂണോളം, 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ജാതിക്കയാണ്. ഇതിൻ്റെ ജാതിക്കയുടെ ഒരു 1/4 ഭാഗത്തോളം ഇട്ട് കൊടുക്കുന്നത്. ഒരു വലിയ ജാതിക്കയുടെ 1/4 ഭാഗത്തോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തക്കോലമാണ്, തക്കോല ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ജാതിക്ക ഉണ്ടെങ്കിൽ ജാതിക്ക ഒരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി ഗ്രാമ്പു ഒരു 1/2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചേരുവകളാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി എന്താ പറയുക, ഈ ഒരു അളവിലെടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി എരിവ് നിങ്ങൾക്ക് മുളകിൻ്റെ എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് മുന്നേ ഇത് നമുക്കൊന്ന് ഈ ഇലയും ആ മുളകും ഒന്ന് ജസ്റ്റ് ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ലോണം മുരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇലയും ആ മുളകും ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രം ഇത് റോസ്റ്റ് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത്, പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോവും. പക്ഷേ ആ ഒരു നല്ല ഫ്ലേവർ നമുക്ക് കിട്ടത്തില്ല. അപ്പം വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ പ്രത്യേക ഒരു മണം നമുക്ക് ഈ മസാലയിൽ നിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും റോസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിത് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ആ ഒരു ഈ ജീരകമൊക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ എത്രയും കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. കണ്ടോ, ഈ ഒരു രീതിയിൽ ആണ്. അപ്പോൾ ഇത് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. കണ്ടോ, ഇത് പൊട്ടി വരുന്നുണ്ട്. ഇതാണ് കേട്ടോ ആ ഒരു മണവും പൊട്ടി വരുന്നത് ആകുമ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം, ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഞാനിപ്പം. ഇനി ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം, ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കുക. ആ ഒരു ഫ്ലെയിം ചെറുതായിട്ടൊന്ന് ഉണ്ടാവുക. ഞാനിത് ഈ ഇലയൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ച് കാണാം. ഇങ്ങനെ വരുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു വരും. ആ ഒരു പാകത്തിലാണ് കേട്ടോ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തേണ്ടത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതേ നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാൻ ചെറിയ മിക്സിയുടെ ജാറാണ് എടുത്തിരിക്കുന്നത്, അതിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പം കുറച്ചൊന്ന് മിക്സി അടിച്ച് പിന്നെ അത് നിർത്തി അങ്ങനെ നന്നായിട്ടൊന്ന് പൊടിയാവുന്നത് വരെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇതേ നമ്മളുടെ ബിരിയാണി മസാല നന്നായിട്ട് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഞാൻ പൊടിയുടെ ഇത് കാണിച്ചത് കണ്ടോ, ഇതുപോലെ ആണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ബിരിയാണി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഈ ഒരു മസാലപ്പൊടി മാത്രം മതി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ. വേറെ പൊടികളൊന്നും ആവശ്യമില്ല. കാരണം എല്ലാ ചേരുവകളും നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഈ ഒരു ബിരിയാണി മസാലയുടെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ചേർത്താൽ മതി. അതുപോലെ നമ്മൾക്ക് ഇനി പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. കാരണം പുറത്തുനിന്ന് വാങ്ങിക്കുമ്പം ഒരുപാട് പ്രിസർവേറ്റീവ്സൊക്കെ ചേർക്കുന്നുണ്ടാവും. പക്ഷെ നല്ല ശുദ്ധമായ ബിരിയാണി പൊടി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.